ഇന്നൊരു പാൽപുട്ടിൻ്റെയും കടലക്കറിയുടെയും റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ആക്കി തരുന്നത്. അതിനായിട്ട് ഇതാ കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അത് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള കടല മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് 3 to 4 വിസിൽ വരെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. 4 വിസിൽ മാക്സിമം വെച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതാ കടല മസാല ചെയ്യുന്നതിലേക്കാണെങ്കിൽ തക്കാളിയും സവാളയും കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 2 വലിയ സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് നീളത്തിലൊന്ന് മുറിച്ച് വയ്ക്കാം. 2 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീളത്തിലൊന്ന് മുറിച്ച് വയ്ക്കാം. തിന്നായിട്ട് മുറിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും, വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നീളത്തിൽ മുറിച്ചത് കൊണ്ട് കുറച്ച് വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ ഗ്രേവി നല്ല രീതിക്ക് ഒന്ന് സെറ്റാക്കി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടല നല്ലതുപോലെ ഒന്ന് വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. 4 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് 1-2 വിസിൽ എക്സ്ട്രാ കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്തത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല രീതിക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും തക്കാളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് വീണ്ടും വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം കേട്ടോ. അപ്പോഴാണ് ഗ്രേവി ഒന്ന് നല്ല രീതിക്ക് സെറ്റായി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സോട്ടായി കിട്ടാൻ സഹായിക്കും കേട്ടോ ഉപ്പുപൊടി ചേർക്കുന്നത്. ഉപ്പുപൊടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 to 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൊത്തമല്ലി പൊടിയാണ്. അത് കുറച്ച് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് തേങ്ങ അരച്ചൊഴിക്കാത്ത ഗ്രേവി ആയതുകൊണ്ട് തന്നെ നമുക്ക് മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് മല്ലിയില കൂടെ വിതറി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ കടൽ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൽപുട്ടിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് ക്യാരറ്റാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ക്യാരറ്റിന് പകരം ബീട്രൂട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുട്ടിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് കൂടെ ഒന്ന് തട്ടി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ റെസിപ്പി പാൽപുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളം ചേർത്തല്ല കേട്ടോ കുഴച്ചെടുക്കുന്നത്. ചൂടാറിയ പശുമ്പാൽ ചേർത്തിട്ടാണ് ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ പാൽപുട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഈവനിങ് ഒക്കെ ആയാലും പുട്ട് നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് പശുപാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ പാൽ പൗഡറില്ലേ അതുകൂടെ നമുക്ക് മാവിൻ്റെ കൂടെ ചേർത്തിട്ട് ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചൂടാറിയ പശുപാൽ ഉപയോഗിച്ചിട്ടാണ് മാവ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. കുറേ നേരം കൈവച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ½ an hour റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാനായിട്ട് മാവൊന്ന് റെഡിയാക്കാം. പുട്ടുകുറ്റി നമുക്ക് ആദ്യം തന്നെ ഒന്ന് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ പുട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് വരും കേട്ടോ. നമ്മുടെ പുട്ട് നിറയ്ക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അതായത് എംറ്റി ആക്കി തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ പുട്ട് ഒട്ടി പിടിക്കാണ്ട് സൂപ്പറായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനത് ഇടയ്ക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിറച്ചതിന് ശേഷം ഒരു 3 to 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, പൊട്ടിപ്പോകുന്നുമില്ല. നല്ല രീതിക്ക് സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പുട്ട് നല്ല രീതിക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ റെസിപ്പിയും എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ.